പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരുന്നവരെ നശിപ്പിക്കുക എന്നതാണ് പിശാചിൻ്റെ തന്ത്രം. ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസിയെ പിശാച് ഒന്നും ചെയ്യില്ല. എന്നാൽ ഉണർന്നിരിക്കുന്ന വിശ്വാസിയെ തകർക്കുവാൻ അവൻ ശ്രമിക്കും. ശത്രുവിനെതിരെ പോരാടുന്നത് പ്രയാസമാണെന്നുള്ള ചിന്ത നമ്മിൽ ഉണ്ടാകുമ്പോൾ നാം പരാജയപ്പെടും. സാത്താൻ പെട്ടെന്ന് പിന്മാറുന്നവനല്ല. എന്നാൽ ഓർക്കുക, നമ്മിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. 1 യോഹന്നാൻ 4:4. യെരൂശലേമിൻ്റെ മതിൽ പണിവാനുള്ള നെഹമ്യാവിൻ്റെ ശ്രമത്തെ തടയുവാനുള്ള ശത്രുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. 3 വിധത്തിലാണ് ശത്രു നെഹമ്യാവിനെതിരായി പ്രവർത്തിക്കുന്നത്. അതേ വിധത്തിൽ തന്നെയാണ് ശത്രു നമ്മോടും പ്രവർത്തിക്കുന്നത്. 1. പരിഹാസം. നെഹമ്യാവ് 2:19. ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു എന്ന ഇവിടെ വായിക്കുന്നത്. ഈ പരിഹാസത്തിന് മുൻപിൽ നെഹമ്യാവ് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പരിഹാസത്തിന് മുൻപിൽ നെഹമ്യാവും കൂടെയുള്ളവരും നിരാശപ്പെട്ടില്ല. കാരണം കർത്താവ് കൂടെയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ലോകത്തിന് നാം പോഷന്മാരായിരിക്കാം, നിന്ദിതരായിരിക്കാം, എന്നാൽ നമുക്കൊരു ധൈര്യമുണ്ട്. സ്വർഗത്തിലെ എൻ്റെ ദൈവം ശക്തനാണ്. കർത്താവിന് വേണ്ടി ഒരു ഭോഷനാകുവാൻ വിശ്വാസി മടിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ അവൻ നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. കർത്താവിനാൽ ശത്രുവിൻ്റെ പരിഹാസം എന്ന തന്ത്രമാകുന്ന മതിലിനെ നമുക്ക് ചാടിക്കടക്കുവാൻ കഴിയും. 2. ഭയപ്പെടുത്തൽ. നെഹമ്യാവ് 4:8. യെരൂശലേമിന് നേരെ യുദ്ധം ചെയ്യുന്നതിന് കൂട്ടുകെട്ടുണ്ടാക്കിയെന്നാണ് ഇവിടെ പറയുന്നത്. യെരൂശലേമിൻ്റെ മതിൽ പണി പാതിയായപ്പോഴാണ് ഈ തന്ത്രം ഉപയോഗിക്കുന്നത്. 4:6. വിശ്വാസികളെ മാത്രമല്ല, യേശുക്രിസ്തുവിനെ പോലും ഭയപ്പെടുത്തി പിന്തിരിക്കുവാനുള്ള ശ്രമം സാത്താൻ നടത്തിയിട്ടുണ്ടല്ലോ. പിശാച് നമ്മെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കും. പിശാച് ഭയപ്പെടുത്തുമ്പോൾ നമുക്ക് ചാരുവാൻ കർത്താവുണ്ട്. പ്രതിസന്ധികൾ നേരിടുവാൻ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ് നമുക്ക് ആവശ്യം. വിശ്വാസി ഭയപ്പെട്ട് പിന്മാറേണ്ടുന്നവനല്ല. ദാവീദിനെ പോലെ കുരിൽ താഴ്കൂടി കടക്കേണ്ടി വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടില്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. 3. ചതിവും വഞ്ചനയും. 6-ാം അധ്യായം 10 മുതൽ 12 വരെ. സ്വന്തം സ്ഥലത്ത് നിന്ന് ഒളിച്ചിരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തന്ത്രം. നെഹമ്യാവിനെ ഓടിച്ചാൽ മറ്റുള്ളവർ വിലയിട്ടിട്ട് പോകുമെന്ന ശത്രു കണക്ക് കൂട്ടിയത്. സാത്താൻ്റെ തന്ത്രവും ചതിവും നമുക്ക് മനസ്സിലാകില്ല. ഏദൻ തോട്ടത്തിൽ ഹവ്വയെ പഴത്തിൻ്റെ മനോഹരതയും അതിൻ്റെ രുചിയും ഓർപ്പിച്ചുകൊണ്ടാണ് ചതിച്ചത്. ഹവ്വയോട് പറയുന്നത്, പഴം തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. അതേ സാത്താൻ വെളിച്ചദൂതിൻ്റെ വേഷത്തിൽ വന്ന് ചതിക്കുമെന്ന 2 കൊരിന്ത്യർ 11:14 പറയുന്നത്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, ഒരു സംഗതി ചെയ്യുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചാൽ അതിനെ തടയുന്നതിന് ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്ക് കഴിയില്ല. എങ്കിലും
ആ വേല നാം പൂർത്തീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നാം ചെയ്തേ മതിയാകൂ. നെഹമ്യാവ് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ശത്രുവിൻ്റെ ഭയപ്പെടുത്തലുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 4-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ പറയുന്നത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന്. പ്രാർത്ഥനയായിരുന്നു നെഹമ്യാവിൻ്റെ ബലം. വിശുദ്ധൻ മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പിശാച് വിറയ്ക്കും. മാർട്ടിൻ ലൂഥർ പറഞ്ഞത്, എനിക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, അതിനാൽ വളരെയധികം പ്രാർത്ഥിക്കണം. നമുക്ക് പോരാട്ടമുണ്ടെന്ന് തിരുവചനം തന്നെ ഓർപ്പിക്കുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടെയും അവയോട് എതിർത്ത് നിൽപ്പാൻ നാം സർവായുധവർഗം ധരിച്ച് മതിയാകൂ. സത്യമരയ്ക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, വിശ്വാസമെന്ന പരിചയെടുത്ത്, രക്ഷയെന്ന ശിരസ്ത്രം ധരിച്ച്, വചനമെന്ന വാള് ഏന്തി ഏതു നേരത്തും ആത്മാവിനാൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ടിരിക്കണം. പ്രാർത്ഥനയാണ് ശത്രുവിനോട് എതിർത്ത് നിൽപ്പാനുള്ള ആയുധം. എഫേസ്യർ 6:12-17 വരെ. 2, സംശയം കൂടാതെ ദൈവത്തെ വിശ്വസിച്ചു. നെഹമ്യാവ് പറയുന്നത്, പേടിക്കണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് പൊരുതുവീൻ. 4:14. നമ്മുടെ കർത്താവ് വലിയവനാണ്, ഭയങ്കരനാണ് എന്ന് വിശ്വസിക്കണം. പലപ്പോഴും മുൻപോട്ട് പോകുവാനുള്ള വഴിയില്ലാതെ നാം നിരാശപ്പെട്ടിട്ടില്ലേ? നിരാശപ്പെടേണ്ട, ഉയരത്തിലേക്ക് നോക്കുക, അവനിൽ വിശ്വസിച്ച് മുന്നേറുക. മുൻപോട്ട് പോകുവാൻ കർത്താവ് പറഞ്ഞുവെങ്കിൽ അവനതിന് വഴി തുറന്നു തരും. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ കരയിൽ നിൽക്കുന്ന ജനത്തോട് യോർദാനിലേക്ക് ഇറങ്ങുവാനാ ദൈവം പറയുന്നത്. അവർ ദൈവത്തിൽ വിശ്വസിച്ചു, യോർദാനിലേക്ക് ഇറങ്ങി. യോർദാനിൽ അവർക്കായി പുതുവഴി തുറന്നു. യോശുവ 3:9-17 വരെ. ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുമ്പോൾ സാത്താൻ പിന്മാറും. കർത്താവേ, നിന്നിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. പാപം പെരുകിടുന്നു, ലോകം നശിച്ചിടുന്നു.